ഹലോ ഗൈസ്, മലപ്പുറത്തെ ആൾക്കാർ ഫുട്ബോളിന് കുറച്ച് അഡിക്റ്റഡ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യാടോ? ഈ ആൾക്കാർക്ക് ഓടുന്നത് എങ്ങോട്ട് വെച്ചിട്ടാ? ഞങ്ങൾ കാണാൻ പോയ ഫെസ്റ്റ് കാണാനല്ല, അപ്പുറത്തെ ഗ്രൗണ്ടിലെ കളി കാണാനാ. വിവേകിൻ്റെ ചെറിയ ചായ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഇപ്രാവശ്യം കളി കാണാൻ കൊണ്ടുപോകുന്നു. എന്തോ ഭാഗ്യത്തിന് കൊണ്ടുപോയത് ഫെസ്റ്റിന് തന്നെ കേട്ടോ. എൻട്രൻസും തന്നെ തലയാട്ടുന്നൊരു ആമ ഉണ്ട് കേട്ടോ. പിന്നെ കയറി ചെന്നപ്പാടെ ഇങ്ങനെ കിളികളായിരുന്നു. നല്ല രസമുണ്ട്. ആർട്ടിഫിഷ്യൽ മരത്തുമ്മേ സാദാ ജീവുള്ള കിളികൾ ഗൈസ്, എന്ത് രസമായിരുന്നല്ലേ. നല്ല കിളക്കളാ ശബ്ദം ഉണ്ടായി കേട്ടോ. അവിടെ വെച്ച് ഏറ്റവും ഡേഞ്ചറായി തോന്നിയത് ഈ റോബോട്ട് എന്നായിട്ടോ. വിവേകിൻ്റെ കാലിൽ ചെറിയൊരു പണിയും കിട്ടി. ഇതിങ്ങനെ എടുത്തിടുമ്പോൾ ആൾക്കാർ ഓടിട്ടാ, പക്ഷെ വിവേക് ഓടില്ല. കണ്ട കാലിന് പണിട്ടി. പിന്നെ അവിടെ ഒരു പ്ലാസ്റ്റിക് ഗാർഡൻ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ആന, ഡൈനോസർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇതാണ് കേട്ടോ. ഈ ടണലിൽ കൂടെയുള്ള നടത്തം വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എൻ്റെ അമ്മയുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. സൂപ്പർ ചെയ്യുന്നു. എന്താ പറയുക, മുതലായി സംഭവം. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ തൊടാനൊന്നും പോയില്ല. പിന്നെ ഇത് വിവേകിന് ഭയങ്കര, ഐ മീൻ നമ്മൾ തൂങ്ങി നിന്നിട്ട് 2.5 സെക്കൻഡ് തൂങ്ങി നിന്നാൽ 300 രൂപ ചലഞ്ച് ചെയ്യുന്ന സംഭവം ഉണ്ട്. വിവേകിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആരും ചലഞ്ച് ചെയ്യാനില്ലാത്തതിനെ കൊണ്ട് നിന്നില്ല. ഈ റൈഡ് ഞങ്ങൾ കുറച്ചിട്ട് നോക്കിയപ്പോൾ കുഞ്ഞാവ് അത് ആസ്വദിക്കണം കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, അത് കയറി. എല്ലാവരും ഭയങ്കര ഹാപ്പി ഉണ്ടോ, അന്നു ആവട്ടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാനും ഹാപ്പി, വിവേകും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പോൾ ഗൈസ്, ബൈ, ടാറ്റ, ഇറ്റ്സ് മീ സാനി.